ഹലോ തേർഡ് ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്നുള്ളതാണ്. ഞാനത് നേരത്തെ ഒന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, അപ്പോൾ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള എൻ്റെ ആവശ്യം എന്നാന്ന് വെച്ചാൽ, ഇന്നുകൊണ്ട് നമ്മുടെ പീഡിയാട്രിക് നഴ്സിംഗ് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. കാരണം ഇതിനകത്ത് യൂറിനറി സിസ്റ്റം തീർന്നു ഇതോടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സൈക്കാട്രിക് നഴ്സിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ പീഡിയാട്രിക്സിൽ കയറിയത്. അപ്പോൾ ഈ എഗെയിൻ ഡിസംബർ മാസത്തിൽ ഞാൻ വീണ്ടും സൈക്കാട്രിക് നഴ്സിംഗ് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പീഡിയാട്രിക്സ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി. പിന്നെ അതിനകത്ത് വിൽംസ് ട്യൂമറും കൂടെ ഉള്ളത്. വിൽംസ് ട്യൂമർ ഞാൻ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ തന്നല്ലോ, ഇനി അത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യണം. അപ്പം ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്നുള്ള കണ്ടീഷൻ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്ന് ചോദിച്ചാൽ, ദിറ്റ് ഈസ് എ പത്തോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദി യൂറിനറി ട്രാക്ട് ഡ്യൂ ടു എനി ഒബ്സ്ട്രക്റ്റീവ് ലീഷൻ എനിവെയർ ഇൻ ദ യൂറിനറി ട്രാക്ട്. അതായത് യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്റ്റീവ് ലീഷൻ ഉണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന പത്തോളജിക്കൽ കണ്ടീഷനെയാണ് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്ന് പറയുന്നത്. യൂറോപ്പതി മീൻസ് അതിൻ്റെ വേർഡിൻ്റെ മീനിങ് തന്നെ ഡിസീസ് കണ്ടീഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥ എന്നാണ് യൂറോപ്പതി. എവിടെ? യൂറിനറി സിസ്റ്റത്തിൽ. മനസ്സിലായോ? അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ, യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പത്തോളജിക്കൽ കണ്ടീഷനാണ് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്ന് പറയുന്നത്. അത് കൂടുതലും യൂറിനറി ട്രാക്റ്റിലാണ് ഈ ഒരു പേര് ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ക്യാൻ ബി ഐദർ കൺജനിറ്റൽ ഓർ അക്വയർഡ്. ഒന്നുകിൽ ജന്മന ഉള്ളതായിരിക്കാം, അതല്ലെങ്കിൽ അത് ജനിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം. പിന്നെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷനായിട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് ഇത് ബോയ്സിലാണ്, ഗേൾസിനെക്കാട്ടിൽ കൂടുതലായിട്ട് ബോയ്സിലാണ് ഇത് കാണുന്നത്. ഓക്കെ, പിന്നെ ഇനിയും ഈ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അതായത് ലോവർ യൂറിനറി ട്രാക്റ്റിലുള്ള ഒബ്സ്ട്രക്ഷനും അപ്പർ യൂറിനറി ട്രാക്റ്റിലുള്ള ഒബ്സ്ട്രക്ഷനും രണ്ടായിട്ട് തരംതിരിച്ചാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഇൻ ലോവർ യൂറിനറി ട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ലോവർ യൂറിനറി ട്രാക്റ്റ് എന്ന് ഇവിടെ മീൻ ചെയ്യുന്ന ബ്ലാഡർ, അതിൻ്റെ വാൽസ്, ദെൻ നെക്ക് ഓഫ് ദ ബ്ലാഡർ, അങ്ങനെയുള്ള യൂറിത്ര, ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിലാണ് ഈ ഡിസീസ് കണ്ടീഷൻ കൂടുതലായിട്ട് വരുന്നത് ലോവർ യൂറിനറി ട്രാക്റ്റിൽ. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ ടു ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ, വാൽവ്സ്, സിവിയർ ഫൈമോസിസ് ആൻഡ് മിയാറ്റൽ സ്റ്റീനോസിസ്. മിയാറ്റൽ എന്ന് പറഞ്ഞാൽ യൂറിനറി മിയാറ്റസ് മീൻസ് എ പാത്ത് വേ വിച്ച് ഈസ് ഗിവിങ് വേ ടു ലിക്വിഡ് എന്നുള്ളതാണ് മിയാറ്റസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. ഏതെങ്കിലും വെള്ളം ഒഴുകി പോകാനുള്ള ഒരു ഡിപ്രഷൻ്റെ ഏരിയ, ദാറ്റ് ഈസ് കോൾഡ് മിയാറ്റസ്. അപ്പോൾ ഇവിടെ യൂറിനറി മിയാറ്റസ് എന്ന് പറയുമ്പം ഫൈമോസിസ് ആൻഡ് മിയാറ്റൽ സ്റ്റീനോസിസ്. യൂറിനറി മിയാറ്റസിന് സ്റ്റീനോസിസും ഉണ്ടാകാം, കൺജനിറ്റലായിട്ടും വരാം, അല്ലെങ്കിൽ അക്വയർഡായിട്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഒക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതന്നെ. പിന്നെ വേറൊരു കാരണമാണ് ന്യൂറോ മസ്കുലർ ഡിസ്ഫങ്ഷൻ സച്ച് ആസ് സ്പൈനൽ കോഡ് ഇഞ്ചുറി, മെനിഞ്ചിയോമൈലോസിൽ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. അതായത് അതിന് നമ്മൾ പറഞ്ഞു കോസറ്റീവ് ഫാക്ടേഴ്സ് ഇൻ ദ ലോവർ യൂറിനറി ട്രാക്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഒബ്സ്ട്രക്ഷൻ ടു ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ, വാൽവ്സ്, സിവിയർ ഫൈമോസിസ്. ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ അതായത് എന്താ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് കുട്ടികളുടെ പെനിസിൻ്റെ സ്കിന്ന് പുറകിലോട്ട് റിട്രാക്ട് ചെയ്ത് മാറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയ്ക്കാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന സർജറി, സർക്കംസിഷനൊക്കെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും. ദെൻ ആൻഡ് മിയാറ്റൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റീനോസിസ് ഇൻ ദ യൂറിനറി ട്രാക്ട്. ഇപ്പോൾ ഇത്രയും കാരണങ്ങളാണ് മെയിൻലി വരുന്നത്. പിന്നെ വേറൊരു കണ്ടീഷനാണ് ന്യൂറോ മസ്കുലർ ഡിസ്ഫങ്ഷൻ സച്ച് ആസ് സ്പൈനൽ കോഡ് ഇഞ്ചുറി, മെനിഞ്ചിയോമൈലോസിൽ. സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ പെട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകാം. അതല്ലെങ്കിൽ മെനിഞ്ചിയോമൈലോസിൽ എന്ന് പറഞ്ഞാൽ ചില കൺജനിറ്റൽ കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് വെച്ചാൽ രണ്ട് വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പ് വന്നിട്ട് അതിനകത്തൂടെ സ്പൈനൽ കോഡിൻ്റെ മെനിഞ്ചസും സ്പൈനൽ കോഡും കുറച്ച് പുറത്തേക്ക് തള്ളി വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ മെനിഞ്ചിയോമൈലോസിൽ എന്ന് പറയുന്നത്. അത് കൺജനിറ്റലായിട്ടും വരാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പെട്ട് സ്പൈനൽ കോഡിൻ്റെ വെർട്ടിബ്രൽ കോളത്തിലുള്ള പ്രോബ്ലം കൊണ്ട് അത് കുറച്ചങ്ങ് വൈഡായി പോയാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ കൂടെ സ്പൈനൽ കോഡും മെനിഞ്ചസും കൂടെ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയ്ക്കാണ് മെനിഞ്ചിയോമൈലോസിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൺജനിറ്റലായിട്ടും മെനിഞ്ചിയോമൈലോസിൽ ഉണ്ടാകാം. കാരണം അത് ജന്മന തന്നെ ഈ പറയുന്ന സ്പൈനൽ കോഡിലെ ഡീവിയേഷൻ കൊണ്ട് മെനിഞ്ചസും സ്പൈനൽ കോഡിൻ്റെ കവറിങ് ആണല്ലോ മെനിഞ്ചസ്, അതും കൂടെ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്ന അവസ്ഥയ്ക്കാണ് മെനിഞ്ചിയോമൈലോസിൽ എന്ന് പറയുന്നത്. കൂടുതലും അത് കൺജനിറ്റലായിട്ടാണ് വരുന്നത്. മനസ്സിലായോ? പിന്നെ ചില
എന്താ ആക്സിഡൻറ്റിൻ്റെയൊക്കെ കോംപ്ലിക്കേഷനായിട്ടും അങ്ങനെ വന്ന് റെയർ ചാൻസസും ഉണ്ട്. പിന്നെ ഇനിയും ഇതാണ് മെയിൻലി ഒബ്സ്ട്രക്ഷൻ ഇൻ ലോവർ യൂറിനറി ട്രാക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലോവർ യൂറിനറി ട്രാക്റ്റിൻ്റെ ഒബ്സ്ട്രക്റ്റീവ് ലീഷൻസ്. പിന്നെ ഒബ്സ്ട്രക്ഷൻസ് ഇൻ ദ അപ്പർ യൂറിനറി ട്രാക്ട് എന്ന് പറയുമ്പം കോസറ്റീവ് ഫാക്ടേഴ്സ് ആർ മെയിൻലി അനോമലീസ് ഓഫ് യൂറിറ്ററിൻ്റെ അനോമലിയാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അതായത് ഒബ്സ്ട്രക്ഷൻ ഇൻ ദ അപ്പർ യൂറിനറി ട്രാക്ട് എന്താണെന്ന് പറഞ്ഞു. അതായത് ഒബ്സ്ട്രക്ഷൻ ഇൻ ദ അപ്പർ യൂറിനറി ട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞതിനകത്ത് മെയിൻലി സ്ട്രിക്ചർ ഓഫ് ദി യൂറിത്ര ഡ്യൂ ടു ഇൻഫ്ലമേഷൻ. അതായത് യൂറിറ്ററൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, ഇൻഫ്ലമേഷൻ ഓഫ് ദി യൂറിറ്റർ. അതിൻ്റെ റിപ്പീറ്റഡ് ഇൻഫ്ലമേഷനൊക്കെ വന്നുകൊണ്ട് യൂറിറ്ററിന് സ്ട്രിക്ചർ ഉണ്ടാകാം. അങ്ങനെ യൂറിറ്റർ സ്ട്രിക്ചർ ഉണ്ടാകുമ്പം എന്താ ചെയ്യുന്നത്? കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിൻ താഴേക്ക് ബ്ലാഡറിലേക്ക് വരുന്ന യൂറിൻ ഫ്ലോയെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. മനസ്സിലായി? പിന്നെ എക്ടോപിക് യൂറിറ്റർ എന്ന് പറഞ്ഞാൽ യൂറിറ്ററിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? അതായത് ശരിക്കും പറഞ്ഞാൽ അത് കിഡ്നിയിൽ നിന്ന് താഴേക്ക് യൂറിനറി ബ്ലാഡറിലേക്ക് വരുന്ന ഒരു ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓർഗനായിട്ടാണ് യൂറിറ്റർ നമ്മൾ പറഞ്ഞത്. പക്ഷേ ആ യൂറിറ്ററിൻ്റെ സ്ഥാനം മാറിപ്പോവുക, അത് കണ്ടിന്യൂലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അങ്ങനെയുള്ള എക്ടോപിക് യൂറിറ്റർ വന്നാൽ അനാറ്റമിക്കലി അതിൻ്റെ പ്ലേസ് നോർമൽ പ്ലേസിലല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയാലും ഈ യൂറിനറി ഫ്ലോയെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന കണ്ടീഷൻ നമ്മൾ എക്ടോപിക് യൂറിറ്റർ എന്ന്. അപ്പോൾ അങ്ങനെ വന്നാൽ അത് വേറൊരു കോസാണ് ഒബ്സ്ട്രക്ഷൻ ടു ദ അപ്പർ യൂറിനറി ട്രാക്ട്. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് യൂറിറ്റർ ഓഫ് വൺ കിഡ്നി. അതായത് ഒന്നിലധികം യൂറിറ്റർ ചിലപ്പം ഒരു കൺജന്റലായിട്ട് തന്നെ ഒന്നിലധികം യൂറിറ്റർ ഉണ്ടാകുക. അത് പക്ഷേ അനോമലീസ് ഉള്ള യൂറിറ്ററോ എന്തെങ്കിലും ആയിരിക്കും. അതും യൂറിനറി ഫ്ലോയെ അഫക്റ്റ് ചെയ്യുക. അതാണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് യൂറിറ്റർ ഓഫ് വൺ കിഡ്നി. പിന്നെ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ജംഗ്ഷൻ ഓഫ് യൂറിറ്റർ ആൻഡ് റീനൽ പെൽവിസ്. അതായത് യൂറിറ്റർ മേളിൽ ചെന്ന് റീനൽ പെൽവിസിലോട്ട് അത് കണക്റ്റഡ് ആകുന്നത് അല്ലേ? നമ്മൾ അനാറ്റമി ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? അവിടെ ചെല്ലുന്നോണ്ടേ അവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അതെങ്കിലും ഗ്രോത്തോ വേറെ ഏതെങ്കിലും ഇൻഫ്ലമേറ്ററി എക്സ്ഡ്യൂലേറ്റോ എന്തെങ്കിലും വന്ന് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായാലും അത് അപ്പർ യൂറിനറി ട്രാക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷനായിട്ട് വരും. അതും ഒരു ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതിയാണ്. പിന്നെ പ്രഷർ ഓൺ ദ യൂറിറ്റർ ഡ്യൂ ടു അബ്ഡോമിനൽ ബ്ലഡ് വെസൽ ഓർ നിയോപ്ലാസം. അതായത് ഈ യൂറിറ്ററിനെ കംപ്രസ് ചെയ്യത്തക്കുള്ള ഏതെങ്കിലും ഒരു നിയോപ്ലാസം അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഉണ്ടാകുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലഡ് വെസൽ ഡയലറ്റേഷൻ ഉണ്ടാകുക, അബ്ഡോമിനൽ ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്ത് അതും യൂറിറ്ററിനെ കംപ്രസ് ചെയ്യുക. ഇപ്പം ഞാൻ എക്ടോപിക് നിങ്ങൾ കുറച്ച് മുമ്പ് ഞാൻ നോട്ട് എഴുതാൻ പറഞ്ഞ ഈ നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിൽംസ് ട്യൂമറിൻ്റെ കാര്യം എഴുതി കാണുമല്ലോ. അതിനകത്തുണ്ട് വിൽംസ് ട്യൂമർ എന്ന് പറഞ്ഞാൽ അബ്ഡോമൻ മുഴുക്ക വലുതായിട്ട് എൻലാർജ് ചെയ്യാവുന്ന ഒരു വലിയ മലിഗ്നൻ്റ് ട്യൂമറാണ്. അപ്പോൾ ആ ട്യൂമറിനും അങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന ട്യൂമറിനും ഒക്കെ യൂറിറ്ററിനെയൊക്കെ കംപ്രസ് ചെയ്യാം. മനസ്സിലായി? അതുകൊണ്ട് ഏതെങ്കിലും അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഒരു ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ആ ഗ്രോത്ത് യൂറിറ്ററിനെ കംപ്രസ് ചെയ്യുവാണെങ്കിൽ അതും യൂറിനറി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി ഉണ്ടാക്കും. മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണിപ്പം നിങ്ങൾ പറഞ്ഞ ഈ വിൽംസ് ട്യൂമർ, അല്ലെങ്കിൽ നമ്മൾ മലിഗ്നൻ്റ് ട്യൂമർ ഓഫ് ദി കിഡ്നി ഈസ് കോൾഡ് വിൽംസ് ട്യൂമർ. ദാറ്റ് ഈസ് എ വെരി റാപ്പിഡ്ലി ഗ്രോയിങ് ട്യൂമർ. അത് അബ്ഡോമിനൽ ക്യാവിറ്റി വന്നങ്ങ് നിറഞ്ഞ് മറ്റുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ അത് കംപ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അത് യൂറിറ്ററിനെയും കംപ്രസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും ഒരു കാരണമാകാം. ഓക്കെ, അതാണ് അതായത് പ്രഷർ ഓൺ ദ യൂറിറ്റർ ഡ്യൂ ടു അബ്ഡോമിനൽ ബ്ലഡ് വെസൽ ഓർ നിയോപ്ലാസംസ്. അപ്പോൾ നിയോപ്ലാസത്തിന് എക്സാമ്പിളാണ് നമ്മളുടെ ഈ പറയുന്ന വിൽംസ് ട്യൂമർ. ഓക്കെ, ഇനി നമുക്ക് അതുകൊണ്ട് പത്തോഫിസിയോളജി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഞാനൊരു പേപ്പറിനകത്ത് എഴുതി ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് സ്ലൈഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദി വേരിയസ് കോസസ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാരണം പറഞ്ഞു, ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാനുള്ള പല കാരണങ്ങൾ പറഞ്ഞു. അത് ലോവർ യൂറിനറി ട്രാക്റ്റിലാകാം, അല്ലെങ്കിൽ അപ്പർ യൂറിനറി ട്രാക്റ്റിലും ആകാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. എവിടെ? വേരിയസ് കോസസ് കൊണ്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും, വിച്ച് ലീഡ് ടു ഡയലറ്റേഷൻ ഓഫ് ദി ബ്ലാഡർ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അത് ഡയലറ്റേഷൻ ഓഫ് ദി ബ്ലാഡർ ഉണ്ടാകും. അത് കഴിഞ്ഞ് മോർ റെസിഡ്യുവൽ യൂറിൻ അതിനകത്തുണ്ടാകും. എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ യൂറിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ സാധാരണ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി യൂറിനറി ബ്ലാഡറിലെ കംപ്ലീറ്റ്ലി നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യത്തില്ല. അതിനകത്ത് ശകലം യൂറിൻ എപ്പോഴും റീറ്റെയിൻ ചെയ്യും. അതിന് പറയുന്ന പേരാണ് റെസിഡ്യുവൽ യൂറിൻ. മനസ്സിലാവും? ശകലം യൂറിൻ എപ്പോഴും, എത്ര ഫുൾ ബ്ലാഡർ ആണെങ്കിലും ഒരാൾ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ശകലം കുറച്ച് യൂറിൻ അതിനകത്ത് റീറ്റെയിൻ ചെയ്യും. ആ യൂറിനെയാണ് നമ്മൾ റെസിഡ്യുവൽ യൂറിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ റെസിഡ്യുവൽ യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. മറ്റേതിനൊരു മിനിമം സ്റ്റാൻഡേർഡ് വോളിയം ഉണ്ട്, പക്ഷേ അതിൽ കൂടുതലായിട്ട് മോർ റെസിഡ്യുവൽ യൂറിൻ ബ്ലാഡറിലുണ്ടാകും. അത് കഴിയുമ്പോഴെന്താ സംഭവിക്കുന്നത്?
ഗെറ്റ് ഡയലേറ്റഡ് ആൻഡ് ടോർച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് റെസിഡ്യൂൽ യൂറിൻ കൂടുതലായിട്ട് ഇതിനകത്ത് കെട്ടിക്കിടക്കുമ്പം യൂറിറ്റേഴ്സ് കൂടുതൽ ഡയലേറ്റഡ് ആകും, അത് ടോർച്ചേഴ്സ് ആകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളഞ്ഞു തിരിഞ്ഞു ഒക്കെ ഇങ്ങനെ അതിൻ്റെ നോർമൽ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അതിനെ നമ്മൾ ടോർച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം യൂറിറ്റേഴ്സ് ഗെറ്റ് ഡയലേറ്റഡ് ആൻഡ് ടോർച്ചേഴ്സ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു എൻലാർജ്മെൻറ്റ് ഓഫ് റീനൽ പെൽവിസ്. അപ്പം ഇത് ഇങ്ങനെ ഡയലേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ റീനൽ പെൽവിസും എൻലാർജ് ചെയ്യും ഡ്യൂ ടു പ്രൊലോങ്ഡ് ബാക്ക് പ്രഷർ. മനസ്സിലായോ? അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ റെസിഡ്യൂൽ യൂറിൻ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് യൂറിറ്റിനെ പ്രഷർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് യൂറിറ്റേഴ്സ് ടോർച്ചേഴ്സ് ആകുന്നതും ഡയലേറ്റഡ് ആകുന്നതും. അത് വീണ്ടും യൂറിറ്ററിൽ നിന്ന് വീണ്ടും ആ പ്രഷർ ബാക്കിലേക്ക് പോയി അത് എവിടെ അഫക്റ്റ് ചെയ്യും? അതായത് റീനൽ പെൽവിസ് എൻലാർജ്ഡ് ആകും ഡ്യൂ ടു പ്രൊലോങ്ഡ് ബാക്ക് പ്രഷർ. അത് കഴിയുമ്പോഴാണ് ഇറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് റീനൽ ടിഷ്യൂസ്. അപ്പോൾ ആ നോർമൽ പ്രഷർ സാധാരണ അനാറ്റമിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി ഉള്ള നോർമൽ പ്രഷർ അല്ലാതെ വരുമ്പം ഈ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഡിഫറൻസ് വരുന്നതുകൊണ്ടേ അതിനകത്തുള്ള ഫംഗ്ഷനിലും വ്യത്യാസം വരും. ബാക്ക് ഫ്ലോ കൂടും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ യൂറിറ്റേഴ്സ് ഡയലേറ്റ് ചെയ്യും. യൂറിറ്റേഴ്സ് ഡയലേറ്റ് ചെയ്യുമ്പം പെൽവിസ് ഡയലേറ്റ് ചെയ്യും. പെൽവിസ് ഡയലേറ്റ് ചെയ്യുമ്പം അത് പെൽവിസ് ഇതിനകത്തല്ലേ എല്ലാ കിഡ്നി ക്രിയേറ്റ് ചെയ്യുന്ന യൂറിൻ എല്ലാം കൂടെ വന്ന് കിടക്കുന്നത് പെൽവിസിലാണ്. അപ്പോൾ പെൽവിസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും പ്രഷർ കൂടും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് റീനൽ ടിഷ്യൂ. അപ്പോൾ അങ്ങനെയാണ് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതിയുടെ പത്തോഫിസിയോളജി. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ പല കാരണങ്ങൾ കൊണ്ടുള്ള ഒബ്സ്ട്രക്ഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡയലറ്റേഷൻ ഓഫ് ദി ബ്ലാഡർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അത് കഴിയുമ്പോൾ മോർ റെസിഡ്യൂൽ യൂറിനറി ബ്ലാഡറിലുണ്ടാകും. അത് കഴിയുമ്പം അത് യൂറിറ്റേഴ്സ് ഡയലേറ്റഡ് ആകും. എന്തുകൊണ്ട്? ഇതിനകത്തൊന്നും ബാക്ക് പ്രഷർ യൂറിറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ യൂറിറ്റേഴ്സ് രണ്ടും ഡയലേറ്റഡ് ആകും, ടോർച്ചസ് ആകും. പിന്നെ അതിലുള്ള പ്രഷർ അത് പുറകോട്ട് കൊടുത്ത് പെൽവിസിൽ കൊടുക്കും. പെൽവിസിൽ നിന്ന് പിന്നെ അത് അവസാനം നിന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് റീനൽ ടിഷ്യൂ. സോ ദാറ്റ് ഈസ് എ പത്തോഫിസിയോളജി ഓഫ് ദി ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി. പിന്നെ ഇനിയുള്ളത് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതായത് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ മെഷറാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ കത്തീഡ്രൈസേഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വോയിഡിങ് ടു ഡിറ്റക്ട് ദ എമൗണ്ട് ഓഫ് റെസിഡ്യൂൽ യൂറിൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ശകലം യൂറിൻ അതിനകത്ത് റീറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് അത് എത്രമാത്രമാണെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ ഡിസീസുള്ള ഒരാൾ യൂറിൻ പാസ് ചെയ്യുന്ന ഉടനെ തന്നെ പേഷ്യൻറ്റിനെ കത്തീഡ്രൈസ് ചെയ്ത് നോക്കും എത്രമാത്രം റെസിഡ്യൂൽ യൂറിൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അല്ലേ? അത് യൂറിൻ അത് പേഷ്യനോട് പാസ് ചെയ്യാൻ പറഞ്ഞാൽ അത് വരത്തില്ല. കാരണം റെസിഡ്യൂൽ യൂറിൻ നോക്കണമെങ്കിൽ കത്തീഡ്രൈസ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ അത് ഒരു ഡയഗ്നോസ്റ്റിക് മെഷറാണ്. കത്തീഡ്രൈസിങ് ദ പേഴ്സൺ ഡിസീസ്ഡ് പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വോയിഡിങ്. പിന്നെ അടുത്തത് ഇൻട്രാവീനസ് യൂറിറ്ററോഗ്രാഫി, അതായത് യൂറിറ്റർ ഡയലേറ്റഡും ടോർച്ചസും ഒക്കെ ആകാമെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻട്രാവീനസ് യൂറിറ്ററോഗ്രാഫി ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രാവീനസ് യൂറോഗ്രാഫി ചെയ്യാം ടു മെഷർ റീനൽ എക്സ്ക്രീറ്ററി ഫങ്ഷൻ. അതായത് എക്സ്ക്രീറ്ററി ഫങ്ഷൻ്റെ എന്തൊക്കെ പത്തോളജി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻട്രാവീനസ് യൂറോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് യൂറിറ്റർ മാത്രമല്ല മറ്റെല്ലാ റീനൽ ഓർഗൻസിനെയും കൂടെ അതിൻ്റെ ഫങ്ഷനിങ്ങും അനാറ്റമിയും അബ്നോർമാലിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മെഷറാണ് ഇൻട്രാവീനസ് യൂറോഗ്രാഫി. അതും ഒരു ഡയഗ്നോസ്റ്റിക് മെഷറാണ്. പിന്നെ സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷൻ ആൻഡ് റിട്രോഗ്രേഡ് പൈലോഗ്രാഫി, അതായത് സിസ്റ്റോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സിസ്റ്റോസ്കോപ്പിനുള്ള അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി സിസ്റ്റോസ്കോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് റിട്രോഗ്രേഡ് പൈലോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആ ബ്ലാഡറിൽ കൂടെ തന്നെ വീണ്ടും ആ പറയുന്ന ഇൻസ്ട്രുമെൻ്റ് യൂറിറ്ററിനകത്തുള്ള പ്രോബ്ലം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പൈലോഗ്രാഫി അതായത് പെൽവിസിനകത്തുള്ള പ്രോബ്ലം കണ്ടുപിടിക്കാനും ഇത് ഹെൽപ്ഫുൾ ആകും. അതാണ് പറയുന്നത് സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷൻ ആൻഡ് റിട്രോഗ്രേഡ് പൈലോഗ്രാഫി. അതിനുള്ള സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് റിട്രോഗ്രേഡ് പൈലോഗ്രാഫി ചെയ്യാൻ. IVP എന്ന് പറഞ്ഞ് വേറെണ്ണം ഉണ്ട്, ഇൻട്രാവീനസ് പൈലോഗ്രാഫ്. അതിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റിഗേഷനാണ് ഈ പറയുന്ന റിട്രോഗ്രേഡ് പൈലോഗ്രാഫി. അപ്പോൾ അതിനകത്ത് യൂറിറ്ററിനെയും പെൽവിസിനെയും കൂടെ കാണാൻ പറ്റും, മനസ്സിലാകും, ഇൻസൈഡ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സിസ്റ്റോസ്കോപ്പി എന്ന് പറയുമ്പോൾ അത് ബ്ലാഡറിൻ്റെ ഇൻസൈഡ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ സിസ്റ്റോസ്കോപ്പിക് എക്സാമിനേഷൻ അത് ഒരു റിട്രോഗ്രേഡ് പൈലോഗ്രാഫിക്ക് വേണ്ടിയാണെങ്കിൽ കുറേ കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ യൂറിൻ ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി സ്റ്റഡി ഇൻ കേസ് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പേഷ്യൻറ്റിന് യൂറിനറി ഇൻഫെക്ഷൻ്റെ വല്ല സിംറ്റം പേഷ്യൻ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ
അത് ഏതാണ് കോസറ്റീവ് ഓർഗാനിസം എന്ന് കണ്ടുപിടിക്കാൻ പേഷ്യൻറ്റിൻ്റെ യൂറിൻ അണ്ടർ സ്ട്രിക്റ്റ് റിസപ്റ്റീവ് ടെക്നിക്കിൽ കളക്ട് ചെയ്ത് CS സ്റ്റഡിക്ക് വിടും. കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി സ്റ്റഡിക്ക് വിട്ടിട്ട് പത്തോജനിക് ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് ടു ഡിറ്റക്ട് ഇലക്ട്രോലൈറ്റ്, യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, ഇതെല്ലാം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റും ചെയ്യും. കാരണം ഇതെല്ലാം എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആണല്ലോ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് അതിനകത്ത് ഡയഗ്നോസ്റ്റിക് മെഷർ. ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ അപ്രോപ്രിയേറ്റ് ആൻറ്റിബയോട്ടിക് തെറാപ്പി ആഫ്റ്റർ യൂറിൻ കൾച്ചർ സ്റ്റഡി, പിന്നെ സർജിക്കൽ കറക്ഷൻ ഓഫ് ദി ഒബ്സ്ട്രക്റ്റീവ് ലീഷൻസ് ഓർ ഡൈവേർഷൻ ഓഫ് യൂറിനറി ഫ്ലോ. അതായത് നമ്മൾ ഒന്നുകിൽ അത് ഓപ്പറബിൾ ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രക്റ്റീവ് ലീഷനാണ്, ഇപ്പോൾ വല്ല ട്യൂമറാണ് അല്ലെങ്കിൽ വല്ല പോളിപ്പാണ്, അങ്ങനെയൊക്കെ സർജറി കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സർജറി കൊണ്ട് റിമൂവ് ചെയ്യാം, അല്ലേ? അതല്ലെങ്കിൽ പേഷ്യൻ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ചിലപ്പം ആൻറ്റിബയോട്ടിക് കൾച്ചർ സെൻസിറ്റിവിറ്റി ഇട്ടിട്ട് ഇൻഫെക്ഷൻ കൊണ്ട് ആ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നതിരിക്കട്ടെ. അപ്പോൾ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഈ പറയുന്ന പ്രോബ്ലം മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പേഷ്യൻ്റെ കൾച്ചർ സെൻസിറ്റിവിറ്റി ചെയ്ത് യൂറിൻ എടുത്ത് കൾച്ചർ സെൻസിറ്റിവിറ്റി ചെയ്ത് പത്തോജനിക് ഓർഗാനിസിനെ കണ്ടുപിടിച്ചിട്ട് ഡോക്ടർ സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് മെഡിക്കൽ മാനേജ്മെൻറ്റാണ്. പിന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ട് പറ്റത്തില്ല, സർജിക്കൽ മാനേജ്മെൻറ്റും കൂടെ ചെയ്യണമെങ്കിൽ ആണ് സർജിക്കൽ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒബ്സ്ട്രക്റ്റീവ് ലീഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ സിസ്റ്റോസ്കോപ്പിയും റിട്രോഗ്രേഡ് പൈലോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ യൂറോളജിസ്റ്റിനെ കാണാൻ പറ്റും എന്താണ് പ്രോബ്ലം എന്ന്. അപ്പോൾ അവർക്ക് ഓപ്പറബിൾ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ മാറി കിട്ടും, പിന്നെ നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യും. ഇതല്ലെങ്കിൽ ഡൈവേർഷൻ ഓഫ് യൂറിനറി ബ്ലാഡർ. ഇനി സർജറി കൊണ്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു ഡൈവേർഷൻ, അതായത് യൂറിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു മെക്കാനിസം നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, അല്ലേ? പഠിച്ചില്ലേ? അപ്പോൾ അതിനകത്ത് അതായത് സിഗ്മോയിഡോസ്റ്റമി എന്നും പറഞ്ഞൊരു കണ്ടീഷൻ പഠിച്ചല്ലോ, ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി 3 സ്റ്റേജിൽ ആണ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക്. അവസാനത്തെ സ്റ്റേജ് വരുമ്പം അത് എക്ടോപ്പിയ വെസൈക്കല്ല നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ഹൈപ്പോസ്പീഡിയാസിസിലും അത് പഠിച്ചു മാനേജ്മെൻറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താൽക്കാലികമായിട്ട് മറ്റേ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഈ പേഷ്യന് ഡൈവേർഷൻ ഓഫ് യൂറിനറി ഫ്ലോ എന്നുള്ള മെക്കാനിസം പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ അതൊരു റീകൺസ്ട്രക്റ്റീവ് അതായത് ഡൈവേർഷൻ കൊടുത്ത് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മെയിൻലി അതിൻ്റെ മാനേജ്മെൻറ്റ്. ഓക്കെ. ഇനി നമുക്ക് നേഴ്സിംഗ് കെയർ എന്ന് പഠിക്കാനുള്ളതിനകത്ത് നമ്മൾ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നേഴ്സിംഗ് കെയർ പഠിച്ചു. ഇതിനകത്ത് പിന്നെ പേഷ്യൻറ്റിൻ്റെ അസസ്മെൻറ്റ് നടത്തണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അസസ്മെൻറ്റ് നടത്തുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി വരുന്നതെന്ന് പഠിച്ചല്ലോ നമ്മൾ. അതൊന്നുകിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോവർ യൂറിനറി ട്രാക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ അപ്പർ യൂറിനറി ട്രാക്റ്റിൻ്റെ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാകാം. ഇതിൻ്റെ കാരണങ്ങളനുസരിച്ച് പേഷ്യൻ്റെ സിംറ്റമറ്റോളജിയും ഒക്കെ മാറ്റം വരും. അപ്പോൾ എക്സാക്റ്റ് എന്താണ് ഇറ്റിയോളജി എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ നന്നായിട്ട് പേഷ്യൻ്റെ അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് അസസ്മെൻറ്റിനകത്ത് അസസ്മെൻറ്റ് ഓഫ് ദി യൂറിനറി ട്രാക്റ്റ് അനോമലീസ് ഇൻക്ലൂഡ് ഹിസ്റ്ററി ഓഫ് ദി ചൈൽഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആൻഡ് ഹിസ് ഫാമിലി ഹിസ്റ്ററി. ഇത് രണ്ടും അറിയണം. പിന്നെ അതുകൂടാതെ ഫിസിക്കൽ എക്സാമിനേഷൻ ടു ഡിറ്റക്ട് ദി വേരിയസ് ഡിഫക്റ്റ്. അത് പിന്നെ കണ്ടിന്യൂയിങ് ഒബ്സർവേഷൻ ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അതായത് പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്താണ്, അതായത് ഓരോ കണ്ടീഷൻ്റെയും ഓരോ കണ്ടീഷനുള്ള പേഷ്യൻ്റ് ഡിഫറെൻറ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഏതാണ് പേഷ്യൻ്റെ കണ്ടീഷൻ എന്ന് മനസ്സിലാകണമെങ്കിൽ പേഷ്യൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നന്നായിട്ട് എക്സാമിൻ ചെയ്യണം. പിന്നെ പ്രസൻസ് ഓഫ് ആൻ അനാറ്റമിക് അബ്നോർമൽ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഓർ an abnormal number of the umbilical cord vessels may be an important finding related to urinary tract anomalies. അതായത് abnormal amount of residual fluid and abnormal number of umbilical cord vessels may be an important findings. ഓക്കെ. പിന്നെ അടുത്തത് ഇനി പേഷ്യൻ്റ് ഫിസിക്കൽ അസസ്മെൻറ്റിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫൈൻഡിങ്സ് ഓഫ് ദി ഡിസ്റ്റൻഡഡ് ബ്ലാഡർ ഓർ ആൻ അബ്ഡോമിനൽ മാസ് ഓൺ പാൽപേഷൻ. അതായത് നമുക്ക് ചിലപ്പം ട്യൂമറൊക്കെ ആണെങ്കിൽ പാൽപേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അബ്ഡോമിനൽ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദ ചൈൽഡ് ഷുഡ്
പ്രോംപ്റ്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ സംശയം തോന്നുകയാണ്, അല്ലെങ്കിൽ പാൽപ്പേറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു മാസ് കിട്ടിയെന്ന് മാസ് പാൽപ്പബിളായിട്ട് കണ്ടെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ക്ലൂവിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും ഫർദർ മെഡിക്കൽ ചെക്കപ്പിന് ഇൻവെസ്റ്റിഗേഷനും കുട്ടിയെ സബ്ജക്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നേഴ്സ് ഷുഡ് ഒബ്സർവ് ദ എമൗണ്ട് ആൻഡ് കളർ ഓഫ് യൂറിൻ ആൻഡ് പാറ്റേൺ ഓഫ് വോയിഡിങ്. Then the strength and urinary stream in male child is significant because dribbling weak or deflected stream may indicate the obstruction to urinary flow. മനസ്സിലായത്? കുട്ടിയുടെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രീം ഓഫ് യൂറിൻ എങ്ങനെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പം എപ്പിസ്പേഡിയാസ് ഹൈപ്പോസ്പേഡിയാസും ഒക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് പഠിച്ച കുട്ടിക്ക് നോർമലായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. നോർമൽ ചിലപ്പോൾ ഇരുന്ന് മൂത്രം ഒഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ഡ്രിബിൾ ചെയ്ത് ടുവേഴ്സ് ദ ബാക്ക് ഓഫ് ദി പെനിസിൽ കൂടി താഴെ വീഴുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി മാനേജ്മെൻറ്റ് ഇന്നലെ കണ്ടു. ഒരുപാട് സിംപ്റ്റമറ്റോളജിയുടെ പല മാനേജ്മെൻറ്റും പല മാനിഫെസ്റ്റേഷൻ കണ്ടു. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഇത് ഈ കുട്ടി യൂറിനേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഹൗ ഹീസ് യൂറിനേറ്റിംഗ്, എങ്ങനെയാണ് ആ സ്ട്രീം ഓഫ് യൂറിൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്താൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഇത് പല ക്ലൂവും തരും കുട്ടിയുടെ ഒബ്സ്ട്രക്ഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഇൻഫെക്ഷൻ ഓഫ് ദി യൂറിനറി ട്രാക്ട് ഡ്യൂ ടു stasis can be suspected when the infant has fever, pyuria and possibly convulsion. അതായത് കുട്ടിക്ക് ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഫീവർ കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ പിന്നെ ഒന്നിൽ കൺവൾഷൻ വരികയോ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന യൂറിനകത്ത് ഒത്തിരി സെഡിമെൻറ്റ്സ് ഉണ്ടാകുക, അതിന് പയൂറിയ കൊണ്ടാണ്, പസ് ഫോർമേഷൻ കൊണ്ടാകാം. പിന്നെ കുട്ടിക്ക് ഫീവർ കൊണ്ട് കൺവൾഷൻ ഉണ്ടാകാം, അതല്ലെങ്കിൽ ഫീവർ. അപ്പോൾ ഫോറർലി ടെമ്പറേച്ചറൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്കിൽ മാത്രമേ ഫീവർ കണ്ടുപിടിക്കാൻ പറ്റൂ. പിന്നെ ഓൾഡർ ചിൽഡ്രൻ മേ ഹാവ് ചിൽസ് അസോസിയേറ്റഡ് വിത്ത് ഫീവർ. അവർക്ക് വിറയലും അതിൻ്റെ പനിയുടെ കൂടെ ഉണ്ടാകും ഓൾഡർ ചിൽഡ്രന്. പിന്നെ അതർ സിംറ്റംസ് സച്ച് ആസ് ഫീഡിങ് ഡിഫിക്കൽറ്റി, ഡയറിയ ആൻഡ് ഫെയിലിയർ ടു ത്രൈവ് മേ ഓൾസോ ബി പ്രസൻറ്റ്. അതായത് ഡയറിയ ഉണ്ടാകാം, ഫീഡിങ് ഡിഫിക്കൽറ്റി, അനറക്സിയ നെർവോസ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കത്തീറ്ററൈസേഷൻ ഡൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വോയിഡിങ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് റെസിഡ്യൂവൽ യൂറിൻ, അത് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻട്രാവീനസ് യൂറിത്രോഗ്രാം ചെയ്യുന്ന കാര്യം പറഞ്ഞു, സിസ്റ്റോസ്കോപ്പി ചെയ്യുന്ന കാര്യം പറഞ്ഞു, യൂറിൻ ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി, ഇത്രയും കാര്യങ്ങളും ഡയഗ്നോസ്റ്റിക് ഇതിനകത്ത് നഴ്സസിന് ഇതിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഓക്കെ, അത് നേഴ്സിംഗ് കെയറി വരുന്നതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ലീഷൻ യൂഷ്വലി ത്രൂ സർജിക്കൽ കറക്ഷൻ ഓഫ് ദി ഡൈവേർഷൻ ഓഫ് ദി ഫ്ലോ ആൻഡ് എനി ഇൻഫെക്ഷൻ പ്രസൻറ്റ് ഇൻ ട്രീറ്റഡ് വിത്ത് റിലവൻറ്റ് ആൻറ്റിബയോട്ടിക് ആഫ്റ്റർ ദ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻലി പേഷ്യൻറ്റിൻ്റെ ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതിക്കകത്തുള്ള നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതിക്കകത്ത് മെയിൻലി നമ്മൾ പഠിച്ചത് അത് എവിടെയെങ്കിലും യൂറിനറി ട്രാക്റ്റിലൊരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ അതുകൊണ്ട് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി ഉണ്ടാകാം. അത് ഒന്നുകിൽ ഒബ്സ്ട്രക്ഷൻ്റെ അപ്പർ യൂറിനറി ട്രാക്റ്റ് ആകാം, അല്ലെങ്കിൽ ലോവർ യൂറിനറി ട്രാക്റ്റ് ആകാം. പിന്നെ നമ്മൾ അതിൻ്റെ അതിൻ്റെ പത്തോഫിസിയോളജിയിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൻ്റെ പത്തോഫിസിയോളജി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, ട്രീറ്റ്മെൻറ്റ്, പിന്നെ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് പഠിച്ചു. അപ്പം ഇതിനകത്ത് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി അങ്ങനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ വിൽംസ് ട്യൂമറിനെ പറ്റിയാണ് പറയാനുള്ളത്. ഈ വിൽംസ് ട്യൂമർ എന്താണെന്ന് ചോദിച്ചാൽ, വിൽംസ് ട്യൂമർ ഇസ് എ നെഫ്രോബ്ലാസ്റ്റോമ, അങ്ങനെ ഒരു പേരുമുണ്ട്. അത് ഇറ്റ് ഈസ് എ ഹൈലി മലിഗ്രൻറ്റ് എംബ്രിയോണിക് നിയോപ്ലാസം അഫക്റ്റിംഗ് വൺ ഓർ ബോത്ത് കിഡ്നീസ്. ഒരു കിഡ്നിക്കും ആകാം, രണ്ട് കിഡ്നിക്കും ആകാം. ഹൈലി മലിഗ്രൻറ്റ് കണ്ടീഷനാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഇൻട്രാ അബ്ഡോമിനൽ ട്യൂമർ ഇൻ ചിൽഡ്രൻ. കുട്ടികളിലെ അബ്ഡോമിനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ട്യൂമറിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ വിൽംസ് ട്യൂമർ. പിന്നെ ദ ട്യൂമർ ഇൻവോൾവ്സ് ദ ലെഫ്റ്റ് കിഡ്നി മോർ ഫ്രീക്വൻ്റ്ലി ദാൻ ദ റൈറ്റ് കിഡ്നി. ലെഫ്റ്റ് കിഡ്നിയിലാണ് കൂടുതൽ വരുന്നത്. ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആനുവൽ ഇൻസിഡൻസ് ഓഫ് 7 to 8 per million ചിൽഡ്രൻ. അത്ര ഒരു മില്യൺ ചിൽഡ്രനെ എടുത്താൽ 7 to 8 കുട്ടികളിലാണ് ഇത് ഉണ്ടാകാനുള്ള സാധ്യത. ആൻഡ് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 6.5% ഓഫ് ദി ചിൽഡ്രൻ
ചൈൽഡ്ഹുഡ് മാലിഗ്നൻസി. ആകെയുള്ള ചൈൽഡ്ഹുഡ് മാലിഗ്നൻസി എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു 7% അല്ലെങ്കിൽ 6.5% പോലും ഈ പറയുന്ന മാലിഗ്നൻസിയാണ്. പിന്നെ ആൻഡ് ഇറ്റ് കോമൺലി ഒക്കർ ഇൻ അണ്ടർ ദ 7 years ഓഫ് ഏജ് ആൻഡ് ദർ ഈസ് ഈക്വൽ ഇൻസിഡൻസ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. അതിനകത്ത് ബോയ്സിന് കൂടുതൽ ഗേൾസിന് കൂടുതലൊന്നുമില്ല. രണ്ട് സെക്സ് ജെൻഡറിലുള്ളവർക്കും വരാം. കൂടുതലും അവർക്ക് 7 yearsൻ്റെ കുറഞ്ഞ കുട്ടികൾക്കാണ് ഇത് കാണുന്നത്. പിന്നെ ഇറ്റിയോളജി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് ഇറ്റിയോളജി എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ചില കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് ജനറ്റിക് ഇൻഫ്ലുവൻസ് ആണ്. അതായത് നേരത്തെ ഫാമിലിയിൽ ആരെങ്കിലും നേരത്തെ പ്രീവിയസ് ജനറേഷനിൽ പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്വിൻസിൽ ഒരാൾക്കുണ്ടെങ്കിൽ വേറൊരാൾക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ജനറ്റിക് ഫാക്ടറിന് ഇതിനകത്തൊരു റോളുണ്ട്. പിന്നെ ഫെമിലിയൽ പ്രീഡിസ്പോസിഷൻ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ പെട്ടവർക്കും വരാമെന്ന് മസ്റ്റില്ല, പക്ഷേ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇൻക്രീസ് ഇൻസിഡൻസ് ഓഫ് ദിസ് ട്യൂമർ ഈസ് ഒബ്സർവ്ഡ് ഇൻ ചിൽഡ്രൻ വിത്ത് അനിറിഡിയ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഐറിസിന് ആബ്സെൻ്റ് ആയിട്ടുള്ള ഐറിസ് ഈസ് അറ്റ് ബർത്ത് ഈസ് ഡിഫക്റ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മിസ്സിങ് ഓഫ് ദി ഐറിസ് ഓഫ് ദി ഐ. ഐറിസ് ഓഫ് ദി ഐ മിസ്സിങ് ആണ് ചില കുട്ടികൾക്ക് അനിറിഡിയ എന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികളിലും ഇതിൻ്റെ ഇൻസിഡൻസും കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ പത്തോഫിസിയോളജി നോക്കിക്കഴിഞ്ഞാൽ പത്തോഫിസിയോളജിക്കകത്ത് മെയിൻലി വിൽംസ് ട്യൂമർ ഈസ് ജനറലി റാപ്പിഡ്ലി ഗ്രോയിങ് ലീഷൻ ദാറ്റ് മേ റീച്ച് കൺസിഡറബിൾ സൈസ് ബിഫോർ ദേ ആർ ഡിറ്റക്റ്റഡ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വിൽംസ് ട്യൂമർ വളരെ വെരി ബിഗ് ട്യൂമറാണ് എങ്കിൽ പോലും പക്ഷേ അത് പലപ്പോഴും അൺഡിറ്റക്റ്റഡ് ആയി പോകും. ഡിറ്റക്റ്റഡ് അതിൻ്റെ അബ്ഡോമൻ വളരെ ഡിസ്റ്റൻറ്റഡ് ആയിട്ട് വരും. അതിപ്പം ടോട്ടലറൊക്കെ ഏജ് ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ അബ്ഡോമൻ ഒരുമാതിരി ഇച്ചിരിയൊക്കെ ഡിസ്റ്റൻറ്റഡ് ബൾക്കി ആയിട്ടിരിക്കുന്ന ആണല്ലോ. അപ്പോൾ അത് അങ്ങനെയാണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് വിൽംസ് ട്യൂമർ ഈസ് ജനറലി റാപ്പിഡ് ഗ്രോയിങ് ലീഷൻ ബട്ട് ദാറ്റ് മേ റീച്ച് കൺസിഡറബിൾ സൈസ് ബിഫോർ ദേ ആർ ഡിറ്റക്റ്റഡ്. അപ്പോൾ കണ്ടുപിടിക്കുമ്പം തന്നെ അത് നല്ലപോലെ വളർന്നിരിക്കും. ദേ ഡെവലപ്പ് ഇൻ ദ റീനൽ പാരൻകൈമ ഐദർ ഇൻ സെൻട്രൽ ഓർ ഇൻ പോളാർ ലൊക്കേഷൻ. ഐദർ അത് റീനൽ പാരൻകൈമ എന്ന് വെച്ചാൽ റീനൽ ടിഷ്യൂ ആണ്, അതിനകത്താണ് അത് ഗ്രോ ചെയ്യുന്നത്. വളരെ വലുതായിട്ട് വളരും. എൻ്റയർ റീനൽ പാരൻകൈമ മേ ബി റീപ്ലേസ്ഡ് ബൈ ദ ട്യൂമർ. അതായത് ആ പാരൻകൈമ എന്ന് പറയുന്ന നോർമൽ കിഡ്നി ടിഷ്യൂവിനെ റീപ്ലേസ് ചെയ്യും ഈ ട്യൂമർ ടിഷ്യൂസ്. മനസ്സിലായോ? സോ ദ മജോറിറ്റി ഓഫ് ദി ട്യൂമർ ഈസ് പ്രസൻറ്റ് ആസ് എ സിംഗിൾ എക്സ്പാൻഡിങ് mass which is surrounded by a capsule of connective tissue that appears to separate kidney and tumor encapsulated membrane. അത് ഈ ട്യൂമറിനെ ഒരു എൻകാപ്സുലേറ്റഡ് മെംബ്രെയിനായിട്ടാണ് ഇരിക്കുന്നത്. ട്യൂമർ ഒരു ക്യാപ്സ്യൂളിനകത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ആ എൻകാപ്സുലേറ്റഡ് മെംബ്രെയിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കിഡ്നിയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിനുണ്ട്. അതായത് ആ മെംബ്രെയിനാണ് ട്യൂമറിനെയും കിഡ്നിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദി റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ലീഷൻസ് ആർ ഓഫൺ വാസ്കുലർ ആകാം, സോഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ജെലാറ്റിനസ് ഫോമിലാകാം, വിത്ത് നെക്രോസിസ് ഇൻ നേച്ചർ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഈ ഡിസീസ് പ്രോസസ് ടൈമിൽ ഉണ്ടാകാം. അതാണ് അതിൻ്റെ പത്തോഫിസിയോളജി വരുന്നത്. മനസ്സിലായോ? അത് വെരി ഹൈലി മലിഗ്നൻ്റ് ട്യൂമറാണ്, വളരെ വലുതാണ്, അബ്ഡോമിനിൽ വളരെ ബിഗായിട്ട് റാപ്പിഡ്ലി ഗ്രോയിങ് ട്യൂമറാണ്. നമ്മൾ കണ്ടുപിടിക്കപ്പെടുമ്പോഴത്തേക്ക് നല്ലപോലെ അത് ഗ്രോ ചെയ്തിരിക്കും. പിന്നെ അതിനാണ് വേറെ ഒത്തിരി പത്തോളജി ഉണ്ട്. അതിൽ എൻകാപ്സുലേറ്റഡ് ഫോമിലാണ്. ഈ ക്യാപ്സുൾ മറ്റുള്ള കിഡ്നിയിൽ നിന്ന് അത് റീപ്ലേസ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. തന്നെയല്ല ഈ പാരൻകൈമൽ ടിഷ്യൂ എന്ന് പറയുന്ന കിഡ്നി ടിഷ്യൂവിനെ ഇത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ബിക്കോസ് ഓഫ് ദി റാപ്പിഡ് ഗ്രോത്ത് ലീഷൻസ് ആർ ഓഫൺ വാസ്കുലർ, സോഫ്റ്റ് ആൻഡ് ജെലാറ്റിനസ് ആൻഡ് സംടൈംസ് ഇറ്റ് മേ ബി നെക്രോട്ടിക് ഇൻ നേച്ചർ. മനസ്സിലായോ? പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ വിൽംസ് ആദ്യമേ അസിംറ്റമാറ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ആദ്യമേ അത് കണ്ടുപിടിക്കപ്പെടത്തില്ല. ആദ്യം നല്ലപോലെ വളർന്ന് നല്ല വലുതായി അബ്ഡോമിൻ നല്ല പ്രൊട്രൂഡ് ചെയ്ത് വരുമ്പോഴാണ് എന്തോ കുഴപ്പമുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുമ്പോഴേ അത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അതാ പറഞ്ഞേ ഏർലി സ്റ്റേജിൽ അസിംറ്റമാറ്റിക് ആയിരിക്കും, വേറെ ഒന്നും സിംറ്റമും കുട്ടി കാണിക്കത്തില്ല. പിന്നെ എൻലാർജിങ് അബ്ഡോമിൻ വിത്ത് ബിഗ് അബ്ഡോമിനൽ മാസ്, അതായത് കുട്ടിയുടെ അബ്ഡോമിൻ കാണുമ്പോഴേ അറിയാം അതിനകത്ത് എന്തോ വലിയ എന്തെങ്കിലും മുഴയുണ്ടെന്നുള്ള തരത്തിലായിരിക്കും അബ്ഡോമിനൽ എൻലാർജ്മെൻറ്റ് കാണിക്കും. പിന്നെ പെയിൻലെസ് ഓൺ പാൽപേഷൻ, അത് പാൽപ്പേറ്റ് ചെയ്താൽ പെയിനൊന്നും കുട്ടിക്കില്ല. പിന്നെ പെയിൻലെസ് ഹെമറ്റൂറിയയും ഫീവറും ഉണ്ടാകും.
പിന്നെ അതിൻ്റെ കൂടെ കുട്ടിക്ക് പാലറും ഉണ്ടാകും. പാലർ എന്ന് പറഞ്ഞാൽ എന്താ വിളർച്ച ഉണ്ടാകുക. കാരണം ഹെമച്ചൂറിയ ഉണ്ട്, ബ്ലഡ് കുറേ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുട്ടി അനീമിക് ആകും. അതുകൊണ്ടാണ് പാലർ ഉണ്ടാകുന്നത്. പിന്നെ അബ്ഡോമിനൽ പെയിൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് പല പല നെർവ്സിനെയൊക്കെ അത് കംപ്രസ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും അബ്ഡോമിനൽ പെയിൻ കുട്ടിക്കുണ്ടാകും. മനസ്സിലായോ? പാൽപ്പേറ്റ് ചെയ്യുമ്പം പെയിനൊന്നും ഇല്ല, പക്ഷെ അല്ലാതെ തന്നെ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകാം. പിന്നെ യൂറിത്രൽ ഒബ്സ്ട്രക്ഷൻ കണ്ടോ, യൂറിത്രൽ ഒബ്സ്ട്രക്ഷൻ മീൻ ദ ട്യൂമർ ബിക്കംസ് ലാർജ്. പറഞ്ഞല്ലോ, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, യൂറിറ്ററിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായാൽ യൂറോപ്പതി വരാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന മലിഗ്നന്റ് ട്യൂമർ ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. ഓക്കെ. പിന്നെ എയർലി മെറ്റാസ്റ്റേസിസ് ടു അഡ്ജസൻറ്റ് ആൻഡ് ഡിസ്റ്റൻറ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഈ മലിഗ്നന്റ് സെല്ല് വേറെ ഓരോ ഓർഗൻസിൽ പോയി അവിടെ അത് ഗ്രോ ചെയ്യും. അതിന് നമ്മുടെ മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ക്ലിനിക്കൽ ഫിറ്റ്. ഇനി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സ്റേ അബ്ഡോമൻ ചെയ്യും, ഇൻട്രാവീനസ് പൈലോഗ്രാഫി ചെയ്യാം, പിന്നെ സോണോഗ്രാഫി, CT സ്കാൻ ആൻഡ് ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ എന്തിനാണ് നോക്കുന്നത്? കാരണം ടിഷ്യൂ ഈ പറയുന്ന മലിഗ്നന്റ് ടിഷ്യൂ എവിടെയെങ്കിലും ലങ്സിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്ത് ലങ് ട്യൂമർ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെസ്റ്റ് എക്സ്റേയും കൂടെ നോക്കണം. പിന്നെ ബോൺ മാരോ സ്റ്റഡി, അതും ബോൺ മാരോയിൽ പോയി മെറ്റാസ്റ്റസിസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണ് ബോൺ മാരോ സ്റ്റഡി ചെയ്യും. പിന്നെ റീനൽ ആർട്ടീരിയോഗ്രാഫി ടു ഡിറ്റക്ട് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് അതർ ഓർഗൻ, മറ്റുള്ള ഓർഗൻസിലൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റീനൽ ആർട്ടീരിയോഗ്രാഫി. പിന്നെ യൂറിൻ അനാലിസിസ് ടു ഡിറ്റക്ട് ഹിമച്ചൂറിയ. ഇത്രയും കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ വരുന്നതാണ്. എക്സ്റേ അബ്ഡോമൻ, ഇൻട്രാവീനസ് പൈലോഗ്രാം, അൾട്രാസോണോഗ്രാഫി, CT സ്കാൻ ആൻഡ് ചെസ്റ്റ് എക്സ്റേ, ബോൺ മാരോ സ്റ്റഡി ടു ഡിറ്റക്ട് ദ മെറ്റാസ്റ്റേസിസ്, റീനൽ ആർട്ടീരിയോഗ്രാഫി ടു ഡിറ്റക്ട് ദ ഇൻവോൾവ്മെൻറ്റ് ടു അതർ ഓർഗൻസ്, യൂറിൻ അനാലിസിസ് ടു ഡിറ്റക്ട് ദി ഹെമച്ചൂറിയ. ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റേജ് ഓഫ് ക്യാൻസർ. സർജറിയാണ് കൂടുതലായിട്ടും. അതുകൂടാതെ തന്നെ ഓപ്പറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സർജറി ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഇത്രയും കാര്യങ്ങൾ ചെയ്യും. സർജറി എന്താണെന്ന് ചോദിച്ചാൽ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് നെഫ്രക്ടമി ഫോർ യൂണിലാറ്ററൽ ട്യൂബർ. അതായത് രണ്ട് സൈഡിലും ട്യൂമർ വരാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ കാണത്തുള്ളൂ. ഒരു സൈഡിൽ മാത്രമേ ഉള്ളെങ്കിൽ പാർഷ്യൽ ഓർ കംപ്ലീറ്റ് നെഫ്രക്ടമി ചെയ്യും, യൂണിലാറ്ററൽ ട്യൂമർ ആണെങ്കിൽ. അതേസമയം ബൈലാറ്ററൽ ട്യൂമർ ആണെങ്കിൽ പാർഷ്യൽ നെഫ്രക്ടമി മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ദ എയിം ഓഫ് കീമോതെറാപ്പി ഈസ് ടു ട്രീറ്റ് എനി മെറ്റാസ്റ്റേസിസ്. അതായത് ഈ പറയുന്ന ക്യാൻസർ സെൽ വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് അവിടെയും ക്യാൻസർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കീമോതെറാപ്പി ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം അബ്ഡോമിനൽ ട്യൂമർ വളരെ വലുതായതുകൊണ്ട് ചിലപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ അതിന് മുമ്പേ ഒരു കീമോതെറാപ്പി കൊടുക്കും. ആ കീമോതെറാപ്പി കൊടുക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ട്യൂമർ കുറച്ച് ചുരുങ്ങും. റിഗ്രഷൻ ഓഫ് ദി ട്യൂമർ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അതിനെ സർജറി ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാകും. അപ്പോൾ ആ ഒരു ഉദ്ദേശവും ഈ കീമോതെറാപ്പിക്കുണ്ട്. So we can say that the aim of chemotherapy is to treat the metastasis lesion and to destroy any tumor cells in the bloodstream, and also to regress the tumor so that the surgery may be possible. പിന്നെ the drugs used are, അതായത് കീമോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് വിൻക്രിസ്റ്റിൻ, ആക്ടിനോമൈസിൻ D ആൻഡ് അഡ്രിയാമൈസിൻ. ഇതൊക്കെ ഹൈലി മലിഗ്നൻസി ഉള്ളവർക്ക് കൊടുക്കുന്ന കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആണ്. അതായത് വിൻക്രിസ്റ്റിൻ, ആക്ടിനോമൈസിൻ D ആൻഡ് അഡ്രിയാമൈസിൻ. ദെൻ റേഡിയേഷൻ തെറാപ്പി ഈസ് ഗിവൺ when the tumor is bilateral and very large in size and inoperable. പിന്നെ ദിസ് തെറാപ്പി ഹെൽപ്സ് ടു റിഗ്രസ് ദ ട്യൂമർ ആൻഡ് ടു മേക്ക് ഇറ്റ് ഓപ്പറബിൾ. മനസ്സിലായില്ല? അതാണ് ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. ഇനി നമ്മൾ നേഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് അഗെയിൻ ഇതിനും പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഉണ്ട്. അത് നിങ്ങൾ നോട്ടിനകത്ത് അത് നന്നായിട്ട് കണ്ടിരിക്കും. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാമല്ലോ, ഇത് മലിഗ്നൻ കണ്ടീഷനാണ്. അതുകൊണ്ട് പേരൻസ് വിൽ ബി, യു ക്യാൻ ഇമാജിൻ ദ സ്ട്രെസ് കണ്ടീഷൻ ഓഫ് ദി പേരൻസ്. സോ ദേ ഷുഡ് ബി പ്രിപ്പയർഡ്. അതായത് മെയിൻലി അവരെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതായത് ടു അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻ. ഓക്കെ. അതിനകത്ത് നേഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് കുറച്ച് നേഴ്സിംഗ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേഴ്സിംഗ് ഡയഗ്നോസിസ് മെയിൻലി ആങ്സൈറ്റി ഓഫ് ദി പേഷ്യൻ്റ് ആൻഡ് ദ പേരൻസ്. ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഉണ്ട്, ഹൈ റിസ്ക് ഫോർ ഇഞ്ചുറി, ദെൻ ഓൾട്ടേർഡ് ന്യൂട്രീഷൻ, പെയിൻ, പവർലെസ്നെസ്,
ഓൾട്ടേർഡ് ഫാമിലി പ്രോസസ് ആൻഡ് ഓൾട്ടേർഡ് ടിഷ്യൂ പെർഫ്യൂഷൻ. ഇത്രയാണ് നേഴ്സിംഗ് പ്രോബ്ലമായിട്ട് പേഷ്യൻ്റ് വരുന്നത്. അതിനകത്ത് ഇൻ്റർവെൻഷനകത്ത് മെയിൻലി ഉള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രിപ്പയർ ദ ചൈൽഡ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് development and understanding, then assess specific fear and misconception of the family and include them in planning the care of the child, then provide information appropriate to the level of understanding, then avoid unnecessary abdominal palpation and take care while ഗിവിങ് ബാത്ത് ആൻഡ് ഹാൻഡിലിങ് ദ ചൈൽഡ്. ഒത്തിരി അൺനെസസറി പാൽപേഷൻ പാടില്ല. വളരെ അബ്ഡോമിനൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു കുട്ടിയാണ്, അതൊത്തിരി ഡിസ്കംഫർട്ട് കുട്ടിക്കുണ്ടാകും. പിന്നെ മോണിറ്റർ ദ ബൗൾ സൗണ്ട്സ് ആൻഡ് അസസ് ഫോർ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, ദെൻ പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ബൈ പ്രോപ്പർ പ്രിക്കോഷൻ സച്ച് ആസ് അവോയ്ഡിങ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ആൻഡ് ഫോളോയിങ് universal precaution, and check for complication of physiotherapy, administer the chemotherapeutic agent in time with adequate precaution, prepare the child for radiation as and when needed, and provide family and patient teaching as needed. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റിയിലുള്ള പോയിൻ്റ്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതിയിലുള്ള കണ്ടീഷൻസ് പഠിച്ചു, പിന്നെ വിൽംസ് ട്യൂമറും പഠിച്ചു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജെനിറ്റോ യൂറിനറി ട്രാക്റ്റിലെ ഡിസീസ് കണ്ടീഷൻ തീർന്നു. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ യൂറിനറി ട്രാക്റ്റിൻ്റെ ഓൾ ഡിസീസസ് വി ഹാവ് സ്റ്റഡീഡ് അക്കോർഡിംഗ് ടു ദ സിലബസ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഇനി നമുക്ക് നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് സൈക്യാട്രി വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. For the time being, we will stop child health nursing here. ഇന്ന് തൊട്ട് സൈക്കാട്രിക് നേഴ്സിംഗ് തുടങ്ങാമെന്ന് തോന്നി. നമ്മൾ ഡിസംബർ മന്ത് ആയല്ലോ, കഴിഞ്ഞ മാസം മുഴുവൻ നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗാണ് പഠിച്ചത്. അപ്പം കാരണം ഇനിയും പോർഷൻ ഒത്തിരി തീരാനുണ്ട് സൈക്കാട്രിക് നഴ്സിംഗിൽ. അപ്പം നമുക്കത് നെക്സ്റ്റ് ഡേ തൊട്ട് അത് തുടങ്ങണം. ഓക്കെ.